ദാരിദ്ര്യമാണ് കമ്മ്യൂണിസത്തെ ഉണ്ടാക്കിയത്. പക്ഷെ കമ്മ്യൂണിസം ഈ കേരളത്തിൽ അതിദാരിദ്ര്യം ഉണ്ടാക്കി. എന്നിട്ട് അവർ പറയും ലോകം കേരളത്തെ നോക്കിയിരിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നു. പല പാർട്ടി ഓഫീസിൽ വിക്കാട്ടിരിക്കുക. അവിടെ എഴുതി കൂട്ടുകൂട്ടാത്തത് അടിച്ചുകൂടാ ആടില്ല, അത് വിക്കാട്ടിരിക്കുക. എന്നാലും അവർ പറയും ലോകം കമ്മ്യൂണിസത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് റോഡ് തന്നില്ല? ഇടതുപക്ഷക്കാരൻ പറയും ആമസോൺ കാടുകളിൽ തീ പടരുകയാണ്. പടർന്നിട്ടുള്ളത് ആരാണെ കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് എന്താണ് അവിടെ കാര്യം? ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. ഇസ്രായേലും പാലസ്തീനും തമ്മിലെ യുദ്ധത്തിനകത്ത് വെടിയുണ്ടകൾ പോകുന്നു. അതിന്റെ ചർച്ചയിലാണ് MABP. കുടിവെള്ളം തരാൻ സർക്കാരിനോട് പറയാൻ സാധിക്കില്ല. ചാക്ക എന്ന് പറയുമ്പോൾ ഉന്നത്തുണ്ടായെന്ന് പറയുന്നു. ഇങ്ങനെയല്ല അംഗീകരിക്കാൻ പറ്റും. മറ്റൊരു മന്ത്രി ജിയ അനിൽ, ഭക്ഷ്യവകുപ്പ് മന്ത്രി. ഏത് ഭക്ഷ്യ കൊടുക്കുന്നു? അരി കൊടുക്കുന്നത് നമ്മൾ. പലചരക്കുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അവന് സാധിച്ചോ? അരിയുടെ, പയറിന്റെ, പരിപ്പിന്റെ, മുതലയുടെ, മല്ലിയുടെ, മുളകിന്റെ, ജീരകത്തിന്റെ, പുളിയുടെ, കടുകിന്റെ, എണ്ണയുടെ, വെളിച്ചെണ്ണയുടെ, ചായയുടെ, പഞ്ചസാരയുടെ, ഗ്രീൻ പീസിന്റെ, സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്യാദി സാധനത്തിന്റെ വില എത്ര? പറ. 100, 200, 300 ഒക്കെ കടന്നു പോവല്ലേ? ഗ്രീൻ പീസൊക്കെ 280 കുതിച്ചെത്തിയത്. എന്നിട്ട് അവരിങ്ങനെ നോക്കി ചിരിക്കുക, കേരളത്തിലെ പൊട്ടന്മാരെ മേടിക്കടാ നീ എന്നെ 280 കൊടുക്കുന്നു. അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജനാധിപത്യത്തിൽ വോട്ടർമാർക്കില്ല. ചോദിക്കണം നിങ്ങൾ. കാലം ഇത്രയായിട്ട് ഇസത്തിന് കുത്തിയതല്ലേ? സാധാരണക്കാരന്റെ വികസനത്തെ അവൻ അരിവാള് കൊണ്ട് വെട്ടിയിട്ടു. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സ്വന്തം തൊഴിൽ കൊണ്ടൊന്ന് ഉയർന്നാൽ ചിറ്റുക കൊണ്ട് അവന്റെ നെറുകിലടിക്കുക. കാരണം അയ്യാണ്ട മലർന്നു കിടന്നാൽ സഖാക്കന്മാർ പറഞ്ഞു കൊടുക്കാണ് എണ്ണിക്കോളി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ. അങ്ങനെ അരിവാളും ചുറ്റികവും നക്ഷത്രവും ഉണ്ടാക്കുക. ഏത് രാഷ്ട്രീയമാണ്? മറ്റൊരു ടീമുണ്ട്, തൊട്ടപ്പുറത്ത് ആൾക്കാരുണ്ടായില്ലേ? എന്താ? അരിവാളും നെൽക്കതിരും. എന്നിട്ടാണ് നെൽകർഷകന്റെ കടക്കത്തി അങ്ങോട്ട് കളഞ്ഞത്. ഈ നെൽക്കതിരും അരിവാളും കണ്ടപ്പോ കർഷകൻ വിചാരിച്ചത് ഇങ്ങനെ പൊന്നരിവാളം വിളിയുടെ അതേപോലെ വരുന്ന വിചാരിച്ച അല്ല. അവരുടെ കാർഷിക മന്ത്രി പ്രസാദും അതിനു മുൻപ് സുനിൽകുമാർ ഉണ്ടായിരുന്നു. ഉപ്പുവെള്ളം കയറിയിട്ട് തൊട്ടപ്പുറത്തെ വെങ്കിടങ്ങില്, തൊട്ടപ്പുറത്തെ മണലൂരില് ഉപ്പുവെള്ളം കയറുക കോൾപ്പടവില്. അപ്പൊ അവന്റെ അരിവാള് കൊണ്ട് അവന്റെ പൊൻകതിരുണ്ടല്ലോ കടകത്തിക്കളയാണ്. കർഷകന്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത് ഉപ്പുവെള്ളം. പരിഹരിക്കാൻ സാധിച്ചോ നിങ്ങൾക്ക്? ഇല്ല. എല്ലാ കൊല്ലവിന് ബണ്ട് പണിയണം, എല്ലാ കൊല്ലവിനും അത് പൊളിയണം. അല്ലാതെ പുതിയ പണിയാൻ പറ്റൂ? എല്ലാ കൊല്ലം ബണ്ട് പണിയാ പൊളിയ. പള്ള തീർക്കുന്നത് ആർക്കാണ്? ഭരണ സംവിധാനത്തിന്. കൊല്ലം പണിയുന്നവര് കിട്ടുന്ന 10-15% മേടിച്ച് അവരവരുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ ഞങ്ങൾ ചോദിക്കും, എത്ര എക്സ്പെർട്ടുകളെ ബണ്ട് പണിയുന്നവരെ നിങ്ങൾ കണ്ടു? 10-25 കൊല്ലം അപ്പുറത്തേക്ക് കാര്യങ്ങൾ തീരുമാനിച്ച ബണ്ടുകളെ കൃത്യമായി കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കർഷകരെ സംരക്ഷിക്കാൻ, കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട പാർട്ടി എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന അസംഘടനയ്ക്ക് സാധിക്കാത്തത്? ചോദിക്കട്ടെ വോട്ടർമാർ. 10 മണിയായോ നോക്കിയതാ. ദൈവങ്ങളൊക്കെ പുറത്താണിക്കളെ. ശ്രീലകത്തിന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇവന്മാരെപ്പോഴാണ് ഇത് കോടി കൊണ്ടുവച്ചിട്ട് ഒക്കത്തെടുത്ത് പോവാന്നറിയില്ല. വിഗ്രഹങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലാലോ. അഖിലഭുവന ദീപം ഭക്തരക്ഷാബ്ദസൂരം സുരമുനിസേജം തത്വസ്യാദിലക്ഷ്യം ഹരികരസുതനീശം താരക ബ്രഹ്മരൂപം ശബരിന്റെ നിവാസം അവയാൽ ബുധനാഥമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് കെട്ട് നിറച്ച് നെയ്ത്തേങ്ങ നിറച്ച് പ്രദക്ഷിണം വെച്ച് കെട്ടേറ്റി നമ്മൾ നാളികേരം മുടച്ച് എരിമേലി കണ്ട് പമ്പയിൽ പോയി നമ്മൾ മറ്റേ നീലിമലയും കരിമലയും അപ്പാച്ചിയും ശരംകൊത്തിയും മരക്കൂട്ടവും കഴിഞ്ഞ് നമ്മൾ നടപ്പന്തലിലെത്തി വിദ്യയും അവിദ്യയും ജ്ഞാനവും എല്ലാം അക്ഷരാഗങ്ങളും കഴിഞ്ഞ് 18 പടിയും കയറി തത്വമസി എന്ന് നമ്മൾ കണ്ടത് നീ തന്നെയാകുന്ന ബോധ്യത്തോടുകൂടി ശരണം വിളിച്ച് ഭഗവാനെ തൊഴുതി എനിക്കും എന്റെ വീട്ടുകാർക്കും സമൂഹത്തിനും അറിഞ്ഞോ അറിയാതെ കൊണ്ടോ പറഞ്ഞുപോയ ചെയ്തുപോയ വിചാരിച്ചുപോയ സമസ്താപരാധങ്ങളും പൊറുക്കാൻ പറഞ്ഞ് നമ്മൾ വന്നിരുന്ന മനസ്സമാധാനമുണ്ട്. കെടുത്തിയിരുന്നു അവർക്ക് പോറ്റിയെ കയറ്റിയത്ര. പോറ്റിയല്ല അതിന്റെ പുറകില് പോറ്റിയവനാരെന്നാണ് ഞങ്ങളുടെ ചോദ്യം. പോറ്റിയത് ആരെ പോറ്റാനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. പോറ്റിയെ പോറ്റാൻ വേണ്ടി ഉപയോഗിച്ച ആളുകളുടെ പേരുകളാണ് ഞങ്ങളുടെ ചോദ്യം. കട്ട്ള, ജനല, വാതിലി. ശിവൻകുട്ടി ആയതുകൊണ്ട് സ്വർണം പോയിന്നേ പറഞ്ഞോളൂ. ദ്വാരപാലക ശില്പം എന്ന് ഓൻ പറയില്ല. നല്ല ധൈര്യമുണ്ട് നമുക്ക്. അതുകൊണ്ടാവില്ല. കഷ്ടല്ലേ പറയാൻ നമുക്ക് പറയുമല്ല. അദ്വാരപാലക ശില്പങ്ങളടക്കം, യോഗദണ്ഡടക്കം, രുദ്രാക്ഷമലയടക്കം, കട്ടടക്കം, കട്ടപ്പടിയടക്കം. എന്തിന് കൊടിമരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആരെയും പറിച്ചു എന്നല്ലേ? എന്തിനു വേണ്ടിയായത്? നമുക്കതിൽ സ്വർണത്തിന്റെ വിലയല്ല. 2 കിലോയോ 3 കിലോയോ 23 കിലോയോ 33 കിലോ അല്ല നമ്മുടെ വാല്യൂ.
നമ്മുടെ വാല്യൂ എന്ന് പറയപ്പെടുന്നത് സ്വർണത്തെക്കാൾ നമ്മൾ ആത്മസമർപ്പണം അർപ്പിക്കുന്ന ആ സമർപ്പണത്തെയാണ് അവർ കച്ചവടം ചെയ്ത് കൊണ്ടുപോയത്. അത് 1 കോടിയോ 2 കോടിയോ 50 കോടിയോ 100 കോടിയോ 500 കോടിയോ അല്ല. ആഗോള മാർക്കറ്റിൽ കൊണ്ട് അത് വിൽക്കാൻ ഏത് രാഷ്ട്രീയം അവരെ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തുക, അയ്യപ്പ സ്നേഹിക്കാൻ വരിക. അവരെല്ലാം ബിന്ദു അമ്മണിമാരെയും റഹന ഫാത്തിമമാരെയും ഇവർ മേക്കപ്പിട്ട് കൊണ്ടുപോയവരല്ലേ. എന്നിട്ട് ഇവർക്ക് പെട്ടെന്ന് സ്നേഹം വരിക. എന്തേ ചോദിക്കേണ്ടത്? നമ്മൾ ഇവിടെ ക്രൈസ്തവർ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്, മുസൽമാൻ നിസ്കരിക്കാനുള്ള അവകാശമുണ്ട്, ഹിന്ദുവർ വിളക്ക് കൊളുത്താനും നാമം ചൊല്ലാനുമുള്ള അവകാശമുണ്ട്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. ചോദ്യം ചെയ്യാൻ ഹു ആർ യു ചോദിക്കണ്ടേ? ദേവസ്വം വകുപ്പ് മന്ത്രിയോട്, സഹകരണ സ്ഥാപനങ്ങൾ മണലൂരിനെ അത് കുത്തില്ല. പക്ഷേ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്ന് പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും നടക്കുമ്പോ ആ സഹകരണ മന്ത്രി എന്ന് പറയപ്പെടുന്ന വിദ്വാൻ അവിടെ ഇരിക്കുന്ന എന്തിനാണ് ചോദിക്കേണ്ടത്? പിന്നെയിലെ വനംവകുപ്പ് നേരത്തെ പറഞ്ഞ ചക്കക്കൊമ്പനെയും ഐക്കൊമ്പനെയും പടയത്തെയും പട്ടികളെയും തെരുവുനായകളെയും ഒന്നും പിടിച്ചു കെട്ടാൻ സാധിക്കാതെ അവന്മാരി കേരളത്തിനോട് ഇങ്ങനെ ഗർജിക്കുമ്പോ മുണ്ടാൻ പറ്റാതെ കൊന്നതിന് ശേഷം 10 ലക്ഷം ജോലിയും കൊണ്ടുകൊടുക്കുന്ന ശശീന്ദ്രൻ പരാജിതനോ അല്ലയോ ചോദിക്കണ്ടേ? കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മഹാപ്രാജ്ഞൻ, അത് ഏതോ വകുപ്പ് എനിക്ക് അറിയില്ല, അത് അയാൾക്കും അറിയില്ല. അത് പാവം എങ്ങനെയൊക്കെ പോയിക്കോട്ടെ, നമ്മളത് തൊടുന്നില്ല. ഓരോ മന്ത്രി തൊഴിൽ വകുപ്പ് രാജീവ്, എന്താ തൊഴിൽ പറ? എത്ര ലക്ഷം പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തു? ഞങ്ങൾ പറയാം, വൈബ്രന്റ് ഇന്ത്യയുടെ ഭാഗമായിട്ട് റോസ്ഗാർ മേള, പ്രധാനമന്ത്രി റോസ്ഗാർ മേളയിൽ ദീനദയാൽ കൗശൽ യോജനയിലൊക്കെ ഞങ്ങൾ നിങ്ങളുടെ പേരുകൾ പാനലിൽ രജിസ്റ്റർ ചെയ്താൽ, നിങ്ങൾ എൻറോൾ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ മുദ്രാ ബാങ്ക് തന്നല്ലോ, അതിനെ സംരക്ഷിച്ചല്ലോ, സ്റ്റാർട്ടപ്പ് മിഷൻ കൊണ്ടുവന്നല്ലോ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്തല്ലോ. നിങ്ങൾ ചെയ്തൊന്ന് പറ. 4 കെട്ട് ഓല കൊണ്ടുവന്നു നമ്മൾ മേച്ച്, അതിനകത്ത് 4 നാരങ്ങ സ്വത്ത് വിൽക്കാൻ തീരുമാനിച്ച അപ്പ വന്ന് കുത്തിക്കൊടി. നാരങ്ങ മുട്ടായി ഇറക്കാനായിട്ട് ഇവിടെ എന്താ പറയുന്നത്, നോക്കുകൂലി വേണമെന്ന്. വലിയ പാടാണല്ലോ നാരങ്ങ മുട്ടായി ഇറക്കാൻ. ആ രാഷ്ട്രീയം നിങ്ങൾ എവിടെ കൊണ്ട് കളയണമെന്നുള്ളത് നിങ്ങൾ അത് തീരുമാനിക്കും. ആരാ ചോദ്യം ചെയ്യണ്ടേ? കോൺഗ്രസ് പാർട്ടി, പ്രതിപക്ഷം. സതീശനെ പിണറായിനെ കണ്ട ഭയല്ലേ? എന്നെ കാലിട്ട് നിരക്കല്ലേ, പറഞ്ഞു നിൽക്കല്ലോ. വലുത് അന്വേഷിക്കുന്നുണ്ടോ? അറിയുണ്ടോ? ഇല്ലല്ലോ. ഓനെ എന്തിനത്ര പേടിക്കാൻ എനിക്ക് മനസ്സിലായില്ല. പശുവിന് പോലും കാടിവെള്ളം കൊടുക്കാതെ കൃത്യമായി ഷർട്ടിനകത്തേക്ക് മുക്കി നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി കയറുന്ന നാളെ സമൂഹം നന്നാക്കാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളല്ല നന്നാവേണ്ടത്, ഞങ്ങളും നമ്മുടെ സമൂഹമാണ് നന്നാവേണ്ടത് ബോധ്യം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ സാർ 3ാം തവണയും നിങ്ങളുടെ സൂപ്പർ ഹീറോ രാഹുൽ വെള്ളത്തിലേക്ക് ചാടി, വിയറ്റ്നാമിൽ പൊന്തി, ബീഹാറിൽ വീണ്ടും ചാടി, വീണ്ടും പട്ടായയിൽ പൊന്തി. അങ്ങനെ നടക്കുന്നേ. ഞങ്ങളുടെ പ്രധാനമന്ത്രി വാക്കു പറഞ്ഞാൽ കൃത്യമായി പ്രവർത്തിച്ച് കാണിക്കുകയാണ്. നിങ്ങൾ വാക്കു പറഞ്ഞാൽ വാക്കായി തന്നെ തുടരുന്നു. അങ്ങനെ ആട്ടി ഉറക്കുകയാണ്. ഓമന തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞു വാക്കുകളെ ഓട്ടി ഉറക്കുന്നു. പ്രവർത്തിച്ച് നശിപ്പിക്കാറില്ല അവർ വാക്കുകൾ. നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്നിടത്താണ് രാഷ്ട്രീയപരമായി നമ്മൾ ജയിക്കുന്നത്. അർബൻ നക്സലുകളുമായി കൂടി ഈ രാഷ്ട്രീയ കേരളത്തെയും രാഷ്ട്രീയ ഇന്ത്യയെയും നിങ്ങൾ ചോദ്യം ചെയ്തു. കോൺഗ്രസുകാർ 11 കോടി കക്കൂസുകൾ ഈ നാട്ടിൽ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഒരു കോൺഗ്രസ്സുകാരൻ പറയുകയാണ്. എന്താ പറയണേ അറിയാമോ? 11 കോടിയെ കൊടുത്തുള്ളൂ, മിനിമം 15 കോടിയെങ്കിലും വേണം. 50 കൊല്ലം എന്റെ മൂത്താപ്പന്മാരി ഇരുന്നിട്ട് അങ്ങോട്ട് ഭരിക്കുന്ന സമയത്ത് എന്നിട്ടാണോ പണി? നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം വേണ്ടി വന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യമൊരുക്കാൻ. എന്റെ മുത്തശ്ശനോട് പോയി ചോദിക്കും, മുത്തശ്ശീന്റെ അടുത്ത് പോയി ചോദിക്കും. പേര് മാറ്റിയിട്ട് നടക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അവരോട് ചോദിക്കണം. മോട്ടണ്ട ഏത് കാര്യത്തിലാണ് നമ്മുടെ ഇടപെടലുകളില്ല? കോൺഗ്രസ് പറഞ്ഞ ഏത് കാര്യമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്? BJP പറഞ്ഞ ഏത് കാര്യമാണ് നടപ്പിലാക്കാത്തത്? നിങ്ങൾ പറയാ. ഞങ്ങൾ ചടങ്ങിട്ട് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യം ചെയ്യാം. അത് നിങ്ങളുടെ റൈറ്റാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് ഇടതുപക്ഷത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. ഈ തിരുത്തിൽ മാത്രമേ ഇപ്പൊ അവരുള്ളൂ. ഇവിടെ അവിടെ ഇന്ത്യ മുന്നണിയുമായിട്ട് ഇവർ നിൽക്കുമ്പോ ഞങ്ങളോട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾക്ക് എന്താ അവകാശം? ഇവരുടെ നേട്ടം എന്താ? പൊതിച്ചോ എന്തുട്ട് പൊതിച്ചോറ്? ഔദ്യോഗികച്ചോറ് ആർക്ക് വേണം? അവന്റെ ഔദ്യോഗികച്ചോറ് ഇവർ പൊതിച്ചോറ് കൊടുക്കുന്നു. സേവനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിന്റെ പുറത്തൊരു വശമില്ലേ? എന്താ വശം?
ഒരു നേരത്തെ തൊഴിലിന് പോകാൻ സാധിച്ചില്ല എങ്കിൽ, നമുക്ക് പനി വന്നുവെങ്കിൽ, മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നുവെങ്കിൽ, ജോലിക്ക് പോകാൻ സാധിച്ചില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾ കൊണ്ടുവരുന്ന ഔദാരിച്ചോറും കാത്തു നിൽക്കേണ്ടി വന്ന ജനങ്ങളെയാണ് 9.25 കൊല്ലം കേരളത്തങ്ങാടിയിൽ നിന്ന് ഭരിച്ചിട്ട് ഈ ഉണ്ടാക്കിയത് എന്നുള്ളൊരു മറുചോദ്യം ഇവിടെ. ഞങ്ങൾക്ക് വേണ്ടത് വേണ്ട ഔദാരിച്ചോറ്, ഞങ്ങൾക്ക് തൊഴിലിതാ, കൂലിതാ, തൊഴിലിടം കൃത്യമായിട്ടാ, 10 ദിവസം കിടന്നാൽ ഞങ്ങളെ സംരക്ഷിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്നതാണ്. ആ ഒരു പോയിന്റ് ഇല്ലേ ഇതിനകത്ത്? ക്ഷേമ പെൻഷൻ വേണ്ടെന്ന് ഈ സമൂഹത്തിന് നിങ്ങൾക്ക് ആ പ്രായമുള്ളവർക്ക് കൊടുത്തു. പക്ഷെ ഞങ്ങൾ ചെറുപ്പക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് 2000 അല്ല വേണ്ടത്, 2000 മേടിക്കുന്ന പുതിയ തലമുറയും അല്ല വേണ്ടത്. 2 ലക്ഷം രൂപ മാസം കിട്ടുന്ന വലിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയതിനു ശേഷം പറ, മാസം 2 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈയടിക്കാമെന്ന്. അല്ലാണ്ട് വരുന്ന തലമുറ കൂടി 2000 രൂപ കാത്തു നിൽക്കുന്ന തലമുറയാക്കി മാറ്റുകയാണോ ഇവിടെ ലക്ഷ്യം? ലക്ഷ്യമതാണ്. ഭരിക്കുന്നവന്റെ തന്ത്രമാണ്, ഭരിക്കപ്പെടുന്നവൻ ഒരു കാരണവശാലും ഗതി പിടിക്കരുത് എന്ന തന്ത്രമാണ്. ഗതി പിടിച്ചാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ലാലോ. ആ രാഷ്ട്രീയം നിങ്ങൾ ചോദിക്കും, ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾ പഠിക്കണം. ഏത് മേഖല, എക്സൈസ് വകുപ്പ് അത് കൃത്യമായിട്ട് നടത്തേണ്ടതാണ്. ഓൻ കുത്തിക്കലക്കി കൊടുക്കുകയാണ്. കളർ, ചുവപ്പ്, മഞ്ഞ, നീല, വെള്ള ഇങ്ങനെ കൊടുക്കുകയാണ്. ഓരോ ദിവസം കമ്പനികൾ തുടങ്ങുകയാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാവാനാണ്. ഏത് ബ്രാൻഡ് ഉണ്ടാക്കുന്ന കമ്പനി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് സമൂഹം വലിയ ഗുണം ചെയ്യില്ലേ? ഇവര് വർദ്ധിക്കുന്ന 2 സിനിമാ നടനും ഒരു സിനിമാ നടിയും ഉണ്ടായിരുന്നു, മരിച്ചു പോയതുകൊണ്ട് അവരിലേക്ക് കിടക്കുന്നില്ല. എന്താ പറഞ്ഞ്? മദ്യവർജന കേരളത്തിന്റെ പുതിയ രീതി അല്ലേ? വർദ്ധിച്ചല്ലോ അല്ലേ? മദ്യം വർദ്ധിച്ചല്ലോ അല്ലേ? നിർത്തലാക്കിയല്ലോ അല്ലേ? പുതിയ മൂവി തുടങ്ങാൻ പോകുന്നു. എന്തിന്? അത് മാത്രമാണ് ഇവിടെ യഥാവിധി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അത് സമൂഹത്തിനെ എങ്ങനെ നശിപ്പിച്ചാലും പൈസ കിട്ടിയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നതുകൊണ്ടല്ലേ. കാർഷിക മന്ത്രി ഉണ്ടല്ലോ, കൃഷി വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ വിതച്ചത്, ഞങ്ങൾ കൊയ്തിട്ട്, ഞങ്ങൾ മുതിച്ചിട്ട്, ഞങ്ങൾ ചാക്കലിട്ട് മൂട്ടിയിട്ട്, ഞങ്ങൾ വരമ്പത്ത് കെട്ടിവെക്കുമ്പോ അത് കിണ്ടല് കണക്കിന് തൂക്കി, പ്രഭാകര നിനക്ക് 100 കിൻഡൽ ഇത്ര രൂപ കൈ പിടിച്ച് ഇമ്മീഡിയറ്റ് എഫക്ട് വിത്തൗട്ട് എനി ഡിലേ, സമയനഷ്ടമില്ലാതെ അപ്പം തന്നെ കൈമാറാൻ കൊടുക്കുന്ന പ്രാപ്തിയുള്ള ഒരു മന്ത്രി കേരള ക്യാബിനറ്റ് മുന്നോ പിന്നോ ഇപ്പോഴോ ഉണ്ടാവും? ചോദ്യം കറക്റ്റ് അല്ലേ? ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റാത്ത കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 7 രൂപയിൽ നിന്ന് ഇനി 27 രൂപയ്ക്ക് എത്തിച്ചു നിർത്തി. നിങ്ങൾ ഇപ്പോഴല്ലേ കൂട്ടിക്കൊടുത്ത് അത് കിട്ടാനും പോകുന്നില്ല. പ്രഖ്യാപനങ്ങളിൽ മിടുക്കനാണ് കേരളത്തിന്റെ ആദരണീയ മുഖ്യമന്ത്രി. പഠിക്കണം, ഓരോ വിഷയങ്ങളും പഠിക്കണം. ഇവരുടെ മന്ത്രിസഭയിൽ ഇത്ര പേരെ നമ്മൾ തീറ്റിപ്പോറ്റുന്നുണ്ട്, ഇത്ര പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഇത്ര പേരെ സംരക്ഷിക്കുന്നുണ്ട്. ഫോർ വാട്ട്? നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പിത്തലാട്ടങ്ങൾ കണ്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തിയാകണോ ജനാധിപത്യത്തിൽ ജനങ്ങൾ? അവിടെയാണ് നമുക്ക് വോട്ട് ചോദിക്കുന്നത്. ചതിച്ചിട്ടും പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഈ ഇസം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന പ്രാന്തമായ സഖാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോ പോയി, നിങ്ങളുടെ തലച്ചോറോ ഒരുമിച്ച് ഭാവി തലമുറ വരുന്നില്ലേ, അവരെയും കൂടി നിങ്ങൾ ഗുരുതിക്ക് കൊടുക്കണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വോട്ട് കൊടുത്തിട്ട്? ചോദ്യം കൃത്യമാണ്. ഒരുത്തന്റെ കാര്യം ഇവിടെ പറയണം, പക്ഷെ അമ്മമാരൊക്കെ ഇന്ത്യയോട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ കാര്യം ഞാൻ ബുദ്ധിമുട്ടി. അതിന് കിട്ടിയോ? എവിടേക്കോ ഓടിപ്പോയി എന്ന് കിട്ടുകയല്ല. ഞാൻ ആ ബുജയം അമ്മമാരുള്ളതുകൊണ്ട് പറയുന്നില്ല. അവനത് ചെയ്യാൻ നാണക്കേടുണ്ടായില്ല, എനിക്കത് പറയാൻ നാണക്കേടുള്ളൂ എന്ന് പറയാം. ആ രാഷ്ട്രീയവും നിങ്ങൾ പഠിക്കണം. ഈ കേരള സമൂഹത്തിനകത്ത് ആവശ്യം ഡെവലപ്മെന്റാണ്, വികസനമാണ്. ആദരണീയ MP വരാലോ നമുക്കല്ലോ, ശ്രീ സുരേഷ് ഗോപി, കേരളത്തിന്റെ മന്ത്രി, സഹമന്ത്രി, പെട്രോളിയം ഡിപ്പാർട്ട്മെന്റിന്റെ സഹമന്ത്രി, ആ 2 വകുപ്പുകളുടെയും മന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ തൃശ്ശൂരിന്റെ MP, ഈ ഇന്ത്യ മഹാരാജ്യത്തെ കേരളത്തിൽ നിന്ന് പോവുക ആദ്യത്തെ MP-യാണ്, BJP മന്ത്രിയായി. അദ്ദേഹം വന്നതിന് ശേഷം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ഉത്തരം പറഞ്ഞു തരാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കം, ഖേലോ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള പാലസ് ഗ്രൗണ്ട് അടക്കം, RDSS പദ്ധതിയിലുള്ള ഫീഡർ സിസ്റ്റത്തിന് കൊടുത്ത 136 കോടി അടക്കം 600 കോടി രൂപയുടെ പദ്ധതികൾ നിരവധി പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലുമായി ജാതിമോയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം കൈകാര്യം ചെയ്തു. നിങ്ങൾ എന്താ പറയുന്നത്? വികസനം എത്തിയില്ല. 2 ടേം CPI ഉണ്ടായിരുന്നില്ലേ?
2 ടേം കോൺഗ്രസ് ഉണ്ടായിരുന്നില്ലേ? അവരുടെ പണി എന്തായിരുന്നു? കയ്യിങ്ങനെ മടക്കുക, എന്നിട്ട് ആൾക്കാരെ കാണുമ്പോൾ മുൻ MP അതുകൊണ്ട് എല്ലാവരും MP-യുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതും വേണ്ടെന്നല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, നിലം ഒരുക്കണം, എങ്കിലേ വൃത്തിയായി ഉഴുതാൻ പറ്റും. ആ പണി അയാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് MP-ക്കാണോ നട്ടലോടുകൂടി ഈ കേരളത്തിൽ പറയാൻ സാധിച്ചത്, എന്റെ 5 വർഷക്കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയതിനു ശേഷം മാത്രമേ ഈ 5 വർഷം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരൂ. നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്ക് വോട്ട് വേണ്ട, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്കോ എന്റെ പാർട്ടിയോ മുന്നോട്ട് വെക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ വോട്ട് തന്നാൽ മതി എന്ന് പറയാൻ ചങ്കൂറ്റവും നട്ടലും കാണിച്ച ഒരുത്തരെ കേരളത്തിൽ കാണിച്ചതാണ് കോൺഗ്രസ്സുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടിയിട്ട്. ഞങ്ങളുടെ മന്ത്രി ഓപ്പറേറ്റ് പറഞ്ഞു അതിനുള്ള സ്ട്രക്ചർ കൃത്യമായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഞങ്ങളുടെ നേട്ടം തന്നെയാണ്. നിങ്ങൾ പൊട്ടിക്കീറാൻ നോക്കാതെ, നിങ്ങൾ കുറ്റം പറയാൻ നോക്കാതെ. തൃശ്ശൂരിനകത്ത് ഇവിടുത്തെ വിഷയമല്ല. പുലിക്കളിയുമായി ബന്ധപ്പെട്ട് 3 ലക്ഷം രൂപ ടൂറിസം മിനിസ്റ്റർ, 1 ലക്ഷം രൂപ സദേൺ കൾച്ചറൽ ട്രസ്റ്റ് തഞ്ചാവൂർ കൊടുത്തു. 4 ലക്ഷം രൂപ ഒരു സംഘത്തിന്, കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, അത് സാംസ്കാരിക നഗരിയുടെ വലിയ ഉത്സവമാണ്. അങ്ങനെ ടൂറിസം മിനിസ്റ്റർ ആ പൈസ പാസ്സാക്കി. അപേക്ഷ 8-ാം തീയതി നടക്കുന്ന പരിപാടിക്ക് 7-ാം തീയതി അപേക്ഷ കൊടുത്തിട്ടില്ല. മിനിസ്ട്രി ഓഫ് ടൂറിസം കേരള മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ഞാൻ തൃശ്ശൂരിന്റെ MP ആണ്, റിക്വസ്റ്റ് വേണം. അങ്ങനെ വാശി പിടിച്ച് റിക്വസ്റ്റ് മേടിച്ചത് പാസ്സാക്കി കൊടുത്തു. 3 ലക്ഷം രൂപ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. അപ്പൊ പറഞ്ഞ 7 ടീമാണ്, പിന്നെ പറഞ്ഞ 8 ടീമാണ്, പിന്നീട് പറഞ്ഞത് 9 ടീമാണ്. എത്രയാണെങ്കിലും ആ പൈസ തരാം. 4 ലക്ഷം ഫോർ ഈച്ച്. ഗവൺമെന്റ് ഓഫ് കേരള സെക്രട്ടറി ടു ടൂറിസം മിസ്റ്റർ ബിജു, അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ കത്ത് കൊടുത്തു. ആ പൈസ റിലീസ് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതിന് കണക്ക് ഹാജരാക്കണം. നാളിതുവരെ റീഇംബേഴ്സ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. കണക്ക് ഹാജരാക്കാൻ പണ്ടേ മടിക്കാരാണ്, കണക്ക് ഹാജരായിട്ടില്ല. ആ പുലിക്കളി സംഘത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്ത പൈസ കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയം സുരേഷ് ഗോപിയോട് നിങ്ങൾ കാണിച്ചാൽ അദ്ദേഹം കൃത്യമായി പൊതുസമൂഹത്തിനോട് പറയും. സ്വന്തം കയ്യിൽ നിന്ന് അദ്ദേഹം 50,000 എടുത്തു കൊടുത്തപ്പോ കോവിഡ് കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജില് കൃത്യമായി പൈസ ചെലവാക്കി രോഗികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് കൊടുത്തിരുന്നത്. ആരുടെ സമ്മതം വേണ്ട. പക്ഷെ ഇപ്പൊ മിനിസ്റ്റർ അസ്വസ്ഥത്തിലൂടെ വരാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട തൃശൂർ കളക്ടർ, ബഹുമാനപ്പെട്ട കേരളത്തിലെ മന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി, നിങ്ങൾ പറയണം പുലിക്കളി സംഘങ്ങളോട് മാപ്പ്. 1 ലക്ഷം രൂപ കൾച്ചറൽ ട്രസ്റ്റിന് കിട്ടി, ബാക്കി 3 രൂപ വാങ്ങിച്ചു കൊടുക്കാൻ എന്തേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തേ നിങ്ങൾ കൊടുക്കുന്നില്ല? ആ രാഷ്ട്രീയം പഠിക്കുന്നു. ഏത് മേഖലയിലായിരിക്കും നമ്മൾ നേരിടുന്ന കൃഷിക്കാരന്റെ പ്രശ്നം, തൊഴിലിടത്തിന്റെ പ്രശ്നം, അന്നത്തിന്റെ പ്രശ്നം, വെള്ളത്തിന്റെ പ്രശ്നം, വെളിച്ചത്തിന്റെ പ്രശ്നം, ആരോഗ്യത്തിന്റെ പ്രശ്നം, വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം, മറ്റു പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരള സർക്കാർ വഴി MP വഴി നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കല്ലേ NDA മുന്നണി സ്ഥാനാർത്ഥി അവർ ജയിച്ചെങ്കിൽ മാത്രം ഈ പറയുന്നത് പബ്ലിക് കേൾക്കാനാണ്. ഇടതുപക്ഷം മത്സരിക്കുന്നു, വലതുപക്ഷം മത്സരിക്കുന്നു, BJP NDA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. പൊതുസമൂഹമേ, ജനങ്ങളെ നിങ്ങൾ തീരുമാനിക്കുക. കേന്ദ്ര സർക്കാർ പദ്ധതികൾ, ബഹുമാനായിട്ടുള്ള തൃശ്ശൂരിന്റെ MP-യുടെ പദ്ധതികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ ഞങ്ങൾ ജയിക്കുന്നതാണോ നല്ലത്? ഇടതുപക്ഷമോ ഭരണമില്ലാത്ത കോൺഗ്രസ് സംവിധാനമോ അല്ലെങ്കിൽ കേരളം മാത്രമായിട്ടുള്ള ഈ നശിപ്പിച്ച് നാരായണക്കല്ലെടുത്ത് നമ്മളോട് മുണ്ട് മുറുക്കി കെട്ടാൻ പറഞ്ഞ കേരളത്തിന്റെ ആ രാഷ്ട്രീയ ഇടത് സർക്കാരിന്റെ പ്രതിനിധികളാണോ വിജയിക്കേണ്ടതെന്ന് യു ഡിസൈഡ്. നിങ്ങൾ തീരുമാനിക്കും. ജനാധിപത്യത്തിൽ നിങ്ങൾക്കാണല്ലോ അവകാശം. മോദി സർക്കാരിന്റെ ഓരോ പദ്ധതികളും കൈപ്പിടിച്ച് കൃത്യമായി MP-യുടെ പദ്ധതികൾ കൈപ്പിടിച്ച് നൂലുകോർത്ത് നിങ്ങളിലേക്ക് ഉപകാരപ്രദമായി ചെയ്യാൻ ഈ ഇരിക്കുന്നവർക്കാണ് കഴിയും. അത് ജില്ലാ പഞ്ചായത്ത്, ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യുന്നതിൽ പരിധിയുണ്ട്. പക്ഷെ പട്ടിയെ ഓടിക്കാലോ അല്ലേ, കുടിവെള്ളം കൊടുക്കാലോ അല്ലേ, വെളിച്ചം കത്തിക്കാലോ അല്ലേ, അതിലെന്താ ബുദ്ധിമുട്ട്? ടാറിയാലോ റോഡ്, എന്താ അതിനകത്ത് ബുദ്ധിമുട്ട്? അതിന്റെ അപ്പുറത്തേക്ക് തോടോ പാലോ കാര്യങ്ങളോ പ്രധാനമന്ത്രി സദക് യോജനയില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് കഴിവൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പോയി കാണണം, എന്റെ വിധം ഞങ്ങൾക്ക് തരാൻ പറയണം, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പോയി കാണണം, അതല്ലെങ്കിൽ MLA പോയി കാണണം, അല്ലെങ്കിൽ MP-യുടെ ഫണ്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റു പദ്ധതികൾ നോക്കണം. അതിന്റെ പുറകെ നാടിനെ സ്നേഹിച്ച് നാടിനെ ചേർത്ത് പിടിച്ച് ആ പദ്ധതികളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നിടത്താണ്
രാഷ്ട്രീയത്തിന്റെ ആത്മാർത്ഥത, കമ്മിറ്റ്മെന്റ് എന്ന് പറയപ്പെടുന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള ജനപ്രതിനിധികൾ ഈ സമൂഹത്തിനകത്ത് വളരുമ്പോൾ മാത്രമേ നാട് വളരുള്ളൂ എന്ന യാഥാർത്ഥ്യം. ഇനിയിപ്പന്മാർക്ക് നേരമില്ല, എന്താണ് ഗ്രാമസഭയിൽ മെമ്പറുടെ വീട്ടിലേക്കുള്ള വഴികൾ ഞാൻ കുറെ കഴിയും. എല്ലാം കോൺക്രീറ്റ് ആട്ടോ, ഒന്നിനൊരു കുഴപ്പമില്ല. അല്ലാത്ത വഴികളിൽ മുഴുവൻ നമ്മൾ മോഹിനിയാട്ടം തുടങ്ങും, കുച്ചിപ്പുടിയിൽ നിന്ന് മദ്യം, അവസാനം ഭരതനാട്യത്തിന് അവസാനിച്ച് തിരിഞ്ഞ് നാടോടി നൃത്തം കളിക്കുന്ന ഒരു നോട്ടമുണ്ട് നമുക്ക് റോഡ് കൂടെ പോകുന്നല്ലേ. ഇത് കഷ്ടമെന്നറിയാം. വ്യത്യസ്തമായ മുഖഭാവങ്ങളാണ്, നവരസങ്ങൾ മുഖത്ത് വിടരുകയാണ്. എന്നിട്ട് പിണറായി വിജയൻ അതൊക്കെ കഴിഞ്ഞ നമ്മൾ ബോർഡുമാൻ പിണറായി വിജയന്റെ പടം ഇപ്പൊ അത് എഴുതിക്ക് എല്ലാത്തിനും ഒരു വഴിയുണ്ടോ? പെരുവഴി, ജനങ്ങൾക്ക് പെരുവഴി കാണിച്ചു കൊടുത്തിട്ട് താങ്കൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. എന്ത് പറഞ്ഞ് എല്ലാത്തിനും ഒരു വഴി. 10 കൊല്ലം ഉണ്ടായിട്ട് എനിക്ക് ആ വഴി വെട്ടാനോ, വഴി കണ്ടെത്താനോ, വഴി കോൺക്രീറ്റ് ചെയ്യാനോ, വഴി ടാർ ചെയ്യാനോ, വഴി വിളക്ക് വെത്താനോ, വെളിച്ചം കാണിക്കാനോ സാധിച്ചില്ലല്ലോ. 5 കൊല്ലം കൂടി കേരളത്തിന്റെ കഴുക്കോലൂരി പട്ടികയൂരി ഓടും കഴിഞ്ഞു. ഇനി അതിന്റെ 16 അടിയന്തരം കൂടി കഴിക്കാനാണ് ഇനി വരാൻ പോകുന്നത്. 5 കൊല്ലം കൂടി ചോദിച്ചിട്ട് ഗംഗേജ യമുന ജൈവ സിന്ധു നർമ്മദ ജലേശ്വരി സന്നിധി ഒരു മുകളിലേക്ക് ഭക്തി വിടണപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തെ അതുകൊണ്ട് കഴിഞ്ഞ 4 കൊട്ടും കൊട്ടി കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്ത് ഞാൻ നടന്നു പോവാം. അമേരിക്കയിലെ സ്റ്റീൽ ചെയറിന് പോയിരിക്കാനോ, ഏത് സ്ക്വയറിന് കൂട്ടി ഇരുന്നാൽ മതി. കൂട്ടിട്ട് അതൊരു നഷ്ടമില്ല. അസുഖം വന്നാൽ യുഎസിലേക്ക് പോകാം, എല്ലാ വീട്ടുകാർക്കും യുഎസിലേക്ക് പോകാം. നമുക്ക് അസുഖം വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാം. ഹൃദയാഘാതം വന്നാൽ സ്റ്റെൻഡ് അവിടെ ഇല്ല, സൈക്കിളിന്റെ വാൽവ് കൂടെ ഉണ്ട്. അപ്പൊ പേടിച്ച് നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി വന്നാൽ കുണ്ടിലിറങ്ങി ഹൃദയത്തിന് ഭ്രാന്ത് വരും. വീട്ടിൽ വന്ന് ചൂട് വർദ്ധിപ്പിച്ച് വെള്ളം കുടിക്കാൻ നോക്കിയാൽ വെള്ളത്തിന് ശബ്ദമുള്ളൂ, വെള്ളമില്ല. കാശ് കൊടുത്ത വെള്ളം വെച്ച് നമ്മൾ തിളപ്പിക്കാൻ നോക്കി, ചായയിടാൻ നോക്കി ടെൻഷന് കാശ് കൂടുതലാണ്, പഞ്ചസാര ഇടാൻ നോക്കി ടെൻഷന് കാശ് കൂടുതലാണ്. അപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മലർന്നു കിടന്ന് കാറ്റൊന്നിടാൻ സ്വിച്ചിട്ടാൽ പകച്ചു ശിശുവിന് കൃഷ്ണകുട്ടിയെ നമ്മൾ കാണും. വൈദ്യുതി വകുപ്പ് മന്ത്രി എന്താ കാലത്തൊരു കാശ്, ഉച്ചയ്ക്കൊരു കാശ്, സന്ധ്യയ്ക്കൊരു കാശ്, രാത്രിയിലൊരു കാശ്. എന്തിന് KSB? അപ്പൊ നമ്മൾ ഫാനിടില്ല. തകർന്ന തരിപ്പണമായി തലവെട്ടിപ്പൊഴിയുമ്പോ മരുന്ന് മേടിക്കാൻ പോയാൽ ഇലക്ട്രിക് കാശ്. ഞങ്ങളെന്താ പറയുന്നത്? ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കണമെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യം ഇത്രയെല്ലാം പദ്ധതി ഞാൻ പറഞ്ഞു. അരി കൊടുത്തത്, വെള്ളം കൊടുത്തത്, വെളിച്ചം കൊടുത്തത്, വിദ്യാഭ്യാസം കൊടുത്തത്, ആരോഗ്യം കൊടുത്തത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ എടുത്തെടുത്ത് പറയുന്നു. അത് ഈ നാടിനകത്ത് ആർക്കും ഞങ്ങളുടെ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല, മറിച്ച് നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ യഥാവിധി മനസ്സിലാക്കി പൊതുസമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്ന് പ്രാപ്തിയുള്ള ഒരുത്തൻ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു എന്നുള്ളിടത്താണ് ഞങ്ങളുടെ പാട്. നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ കൃത്യമായി പഠിച്ച് കുട്ടികൾക്ക് വേണ്ടത്, വനിതകൾക്ക് വേണ്ടത്, ചെറുപ്പക്കാർക്ക് വേണ്ടത്, വയസ്സായവർക്ക് വേണ്ടത്, അമ്മമാർക്ക് വേണ്ടത് എല്ലാം കൃത്യമായി പഠിച്ച് ഞങ്ങൾ എത്തിക്കുന്നു. അതെന്താ നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുത്താൽ കുഴപ്പം? ആ കുഴപ്പം കാണുന്നിടത്താണ് ഇടതുപക്ഷം. ഏത് പക്ഷം അത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പ്രത്യേക യാത്രയൊക്കെ പോയി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞു. ഇപ്പൊ ഇന്ന് കാലത്ത് ഗോവിന്ദന് ഒരു ശാസ്ത്രം തോന്നിയാൽ അതാണ് ഇന്നത്തെ പ്രത്യേക ശാസ്ത്രം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയരാജന് തോന്നുന്നു ആ ശാസ്ത്രം പോരാ, ആ വേറെ ശാസ്ത്രം പോലും, അന്ന് അത് വലിയ ശാസ്ത്രം. ഗോവിന്ദൻ പറഞ്ഞിട്ട് എനിക്ക് അമൂർത്തമായ സമയത്ത് മൂർത്തമായ കാര്യം ചെയ്താൽ മൂർത്തമായിട്ടുള്ള സമയത്ത് മൂർത്തമായ കാര്യങ്ങൾ സംഭവിക്കും. അല്ലെ മനസ്സിലായി? അയാളോടൊന്ന് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, കേട്ടവർക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് ഇടതുപക്ഷം. എന്നാൽ സഖാക്കന്മാർ പറ്റേ ഇങ്ങനെയല്ലേ മറ്റേ പിടുത്തം ഇതിങ്ങനെ എങ്ങനെ കേട്ട് അപ്പൊ അത്രയും കുട്ടികളിലോടത്തേക്ക് ഉപയോഗിക്കാൻ കൊള്ളാം. എങ്ങനെ വെച്ചിട്ടിങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ട് നിൽക്കുന്നൊരു ദ്വീപുണ്ട്. എന്ത് ഈ കേരളം വികസിപ്പിച്ച ചരിത്രം ഇതിനകത്തുണ്ട് എന്ന രീതിയിലാണ്. അതിനകത്തൊരു പിണ്ണാക്കില്ല, അതിനകത്തൊരു ഒന്നുമില്ല. 10 കൊല്ലക്കാലം ഞങ്ങളെ കട്ടു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളുടെ നികുതി പണം എടുത്ത് അങ്ങനെ തിന്ന് പള്ള വീർപ്പിച്ചു. എന്നിട്ട് ഒരു നാണു ഇല്ലാണ്ട് അഭ്യർത്ഥന കൊണ്ടുവരിക. എന്ത് തുടര? ആർക്ക് വേണം? നിങ്ങൾ എന്തിനു വേണം ഞങ്ങൾ വോട്ട് ചെയ്യണം? ചോദിക്കണം. നമ്മളല്ല, ജനങ്ങൾ, വോട്ട് ചെയ്യുന്ന ജനങ്ങൾ. ആ ജനങ്ങൾ അത് യഥാവിധി തീരുമാനിച്ച് ആ ബോധ്യത്തോടു കൂടി രാഷ്ട്രീയത്തിൽ നിങ്ങൾ തീരുമാനിച്ചാൽ നിസ്സംശയം പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് മോദി സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ ഇരിക്കുന്ന എല്ലാവരും വിജയിച്ചു. ആ വിജയിക്കുന്നിടത്താണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ മനോഹാരിത വരാൻ പോകുന്നത്. മാറാത്തത് ഇനി മാറുമെന്ന് നമ്മൾ പറഞ്ഞത് ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് തലച്ചോറിനേറ്റിട്ടുള്ള ആ വലിയ ആഘാതമുണ്ടല്ലോ പൊതുസമൂഹത്തിലെ പലർക്കും.
വലതുപക്ഷകാലം കൊണ്ട് തലച്ചോറിലേക്കിട്ടുള്ള ഒരു സമൂഹം വേറെയുമില്ല. ഇരുപേരുടെയും തലച്ചോറിലെ ചിന്താഗതിയാണ് നമ്മൾ പറഞ്ഞത്. മാറാത്തത് മാറണം, മാറി ചിന്തിക്കണം. എങ്കിൽ മാത്രമാണ് വികസനത്തിന് വോട്ടുണ്ടാവുകയുള്ളൂ. വികസിത കേരളത്തിന്റെ, വികസിത തൃശ്ശൂരിലെ, വികസിത മണലൂരാകാൻ എല്ലാവർക്കും നല്ലത് വരാൻ വിജയം അനിവാര്യമാണ്. അത് നിങ്ങളുടെ കയ്യില്ല, ജനങ്ങളുടെ. ഞങ്ങൾ ഇട്ടുന്നുണ്ട്. 10 കൊല്ലം നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ 5 കൊല്ലം കൂടി അനുഭവിച്ചോളെ, ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങൾ ചെയ്തു നിൽക്കാനില്ല. കഴിഞ്ഞ 5 കൊല്ലം മുന്നേ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഗോദ്രേജ് മേടിക്കേണ്ടി വരില്ലേ? ഞാൻ നരച്ചിട്ടില്ല. ഇപ്പം നരച്ച് വയ്യാണ്ടായി പ്രായാവുമല്ലേ? അതേപോലെ നമ്മുടെ തലമുറയ്ക്കും പ്രായാവുമല്ലേ? ആ 5 കൊല്ലം കൂടി ഇനി കളയണോ വേണ്ടയോ എന്ന് ഇത്ര കാലം വരിവാളിന് കുത്തിയ നിങ്ങൾ തീരുമാനം, ഇത്ര കാലം കൈപ്പത്തിക്ക് കുത്തിയ നിങ്ങൾ തീരുമാനം. ഇനിയും 5 വർഷം തലമുറയുടെ കളയണോ വേണ്ടയോ? അല്ല, പൊതുസമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, വാത്സല്യമുണ്ട്, അവർ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ട് എങ്കിൽ വികസനത്തിന് ഒരു വോട്ട് ചെയ്തു, ഡെവലപ്മെന്റിന് വോട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ പഠിക്കും. ഞങ്ങൾ 5 കൊല്ലം ഞങ്ങൾ ജയിക്കുന്ന സ്ഥലത്ത്, ഞങ്ങൾ മെമ്പറാകുന്ന സ്ഥലത്ത്, ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് നെയ്സിയ എന്ന് നിങ്ങൾ പഠിക്കുക. അവിടെ ശരി ഗ്രാമപഞ്ചായത്ത് പോയി നോക്കണോ, കാണണോ? പദ്ധതി വിഹിതം 100% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പഞ്ചായത്തിനെ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്താണ്. പഠിക്കുന്നില്ല, അതിന് അംഗീകരിക്കാൻ പറ്റും. അല്ലാതെ വെറുതെ ഇരുന്ന് കൊഞ്ഞനം കുത്തി, നിങ്ങൾ കൊഞ്ഞനം കുത്തിക്കൊട്ടോ, നമുക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിലും ഇവരുടെ ഭരണം കൊണ്ട് പെച്ചു വളർന്നിട്ടുള്ള തെരുവ് നായകൾ ശങ്കരനെ നോക്കി വെളിച്ചം പൂശുന്നേ എന്ന് പറഞ്ഞ് കുറച്ചാൽ അതിന്റെ പ്രഭ പോകുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുപോലെ മോദി സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടുത്ത 30 കൊല്ലവും 50 കൊല്ലവും BJP തന്നെ ഉണ്ടാവും. സൂപ്പർ ഹീറോ ദേഷ്യം പ്രാന്തം വന്നിട്ട് ചാലിലേക്ക് ചാടും, കുളത്തിലേക്ക് ചാടും, കായലിലേക്ക് ചാടും, പട്ടായയിൽ പൊന്തും, വിയറ്റ്നാമിൽ പൊന്തും, പല സ്ഥലത്തും പൊന്തും. നോക്കണ്ട, അച്ഛനെ പ്രായത്തുമ്പോൾ വീട്ടുകാർ ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് പ്രായമായിട്ടുണ്ട്, അച്ഛൻ ഉത്തരവാദിത്തം നിറവേറ്റി ആ അവകാശം പാഴായി പോകില്ല. 5 വർഷം കഴിഞ്ഞാൽ തല കുരിച്ച് ഒരു കാരണവശാലും ഞങ്ങളുടെ മെമ്പർമാർ നിൽക്കില്ല. 5 വർഷം കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും മൈക്കേട്ടി ഞങ്ങളുടെ കുറ്റങ്ങൾ പറയാൻ നിങ്ങൾക്കാകില്ല. 100-ൽ 100 മാർക്കുമായി ഞങ്ങൾ നിരന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം ഞങ്ങളെ നയിക്കുന്നത്, ഞങ്ങളെ ഭരിക്കുന്നത്, ഞങ്ങളെ കാണിച്ചു തരുന്നത്, വഴികാട്ടുന്നത് അത്രയും നരേന്ദ്രമോദി സർക്കാർ ഓരോ പ്രവർത്തികളും ചെയ്തു. അവസാനം ഇറങ്ങിപ്പോരുമ്പോൾ വാട്ടറോട് പറയണം, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മോനെ ഈ ചിച്ചി മാന്തുണ്ടല്ലോ, നാളികേരം മേടിച്ചാൽ, ഉണക്കമാന്തൽ മേടിച്ചാൽ, കരിക്ക് മേടിച്ചാൽ, എന്തിനേറെ തീപ്പട്ടി മേടിച്ചാൽ കൊടുക്കുകയല്ലേ, ബില്ലടക്കുകയല്ലേ, ഫോൺ ബില്ല്, കറണ്ട് ബില്ല്, ടാക്സ്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഒക്കെ ഇതിലാണല്ലോ അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ ചെങ്കോട്ടയിൽ 2014 തലപ്പാവ് കെട്ടി പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. അതങ്ങനെ മാന്തി പൊളിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വേഗം വേഗം വന്നത്. അത് മാന്തിയിട്ട് ഇതേ പ്രധാനമന്ത്രിക്കെതിരെ എഴുതുന്നല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞു. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതും ജനാധിപത്യത്തിൽ ഞങ്ങളുടെ തീരുമാനങ്ങളാണ്, ഞങ്ങളുടെ വികസനമാണ്. അതൊക്കെ പഠിച്ചതിന് ശേഷം അന്തം CPM ആകണോ, ഒട്ട കോൺഗ്രസിലേക്ക് പോകണോ? ഞാൻ കോണി വെക്കുന്ന പാർട്ടിയില്ലോ, ഞാൻ പൈക്കാവിൽ കുറെ കണ്ടു, വെച്ചിരിക്കുകയാണ് ചെളിവെള്ളത്തിന് മുഴുവൻ കോണി. കയറി പോന്നോളാനാ പറയുന്നത്. ആ കോണിയമ്മ കയറി പോരി ഉണ്ടാവില്ല, വീണ്ടും ചെളിവെള്ളത്തിലേക്ക് ഇങ്ങനെ പോലെ ഉണ്ടാവുള്ളൂ. ഇനി കോണിയാണെങ്കിലും, അരിവാളാണെങ്കിലും, ചുറ്റികയാണെങ്കിലും, നക്ഷത്രമാണെങ്കിലും, കൈപ്പത്തി ആണെങ്കിലും ഒക്കെ സ്റ്റോപ്പ് പ്ലീസ് അല്ലേ, 5 ലക്ഷം അങ്ങനെയല്ലേ കൈപ്പത്തിന്റെ. അതാണെങ്കിലും ചിന്തിക്കരുത് നിങ്ങൾ. കാരണം നിങ്ങളുടെ ഭാവി തലമുറയെ മനസ്സിൽ ചിന്തിച്ച് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ നശിപ്പിച്ച രാഷ്ട്രീയ രീതി മാറ്റി ഡെവലപ്മെന്റിന് വോട്ട് ചെയ്യാൻ, മക്കളെ പഠിപ്പിക്കാൻ നിങ്ങളും മക്കളും തയ്യാറാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് BJP NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങളേതാണ്, നിങ്ങളുടെ വികസനത്തിൻ്റെതാണ്, നിങ്ങളുടെ ഡെവലപ്മെന്റിൻ്റെതാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് NDA മുന്നണിക്ക് താമരയിലും കുടക്കിലും മത്സരിക്കുന്ന ഞങ്ങളുടെ NDA സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ ജനാധിപത്യാവകാശം വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വേദിയിൽ ശിഖാരി മേളത്തോട് കൂടിയിട്ടുള്ള 13-ാം തീയതി നടക്കുന്ന ആഘോഷരാവിൽ പങ്കെടുക്കാൻ
വരാൻ പറ്റില്ല, ഞാൻ മുല്ലശ്ശേരി ഡാൻസ് കളിക്കുകയായിരുന്നു, അവിടെ ജയിക്കും. അപ്പോൾ നിങ്ങൾ കളിക്കൂ, ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്റ്റെപ്പുകൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നമസ്കാരം പറയാം. ജനങ്ങൾ അത് തിരഞ്ഞെടുക്കുമെന്ന വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് മാത്രം മറ്റൊരു രീതിയിൽ കാണുന്നത് വരേക്ക് നന്ദി.